ഓതിക്കോളി. എത്രാമത്തെ ആയത്താണ്? 28, മൂന്നാമത്തെ പേജ്. ഫാത്തിഹ ഓതിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. വരട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا استويت നീട്ടരുത്. നമ്മൾ പറഞ്ഞില്ല, മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നാൽ മദ്ദക്ഷരത്തെ ഉച്ചരിക്കരുത്. മദ്ദക്ഷരമായ അലിഫല്ല ഇവിടെ. ദാലിൻ്റെ മുകളിൽ ഫത്തിഹുണ്ട്. ഫത്തിഹിന് ശേഷം വന്ന അലിഫ് മദ്ദക്ഷരാണ്. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നു. അങ്ങനെ സുക്കൂന് വന്നു കഴിഞ്ഞാൽ മദ്ദക്ഷരത്തെ ഉച്ചരിക്കൂല. അതെ. അപ്പൊ ഫഇദസ്തവൈത, ഫഇദാന്ന് നീട്ടൂല. എല്ലായിടത്തും അങ്ങനെ തന്നെ. സുക്കൂന് വന്നാല് മദ്ദക്ഷരത്തെ കളയും. فإذا استويت أنت ومن معك على الفلك فقل الحمد لله الذي نجانا من القوم الظالمين. Yes. وقل رب أنزلني منزلا മുബാറക്കൻ അങ്ങനെ നിർത്തരുത്. നിർത്തുമ്പോൾ മുബാറക അലിഫ് കൊണ്ട് നിർത്തുക. وقل رب أنزلني منزلا مباركا وأنت خير المنزلين. മുബാറകൻ വ തൻവീന് ശേഷം വാവ് വന്നാൽ ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. തൻവീനിനെ ശേഷമുള്ള വാവിലേക്ക് ചേർത്തിട്ട് മണിച്ചിട്ട് ഓതണം. മുബാറകൻ مباركا وأنت خير المنزلين. Yes. إن في ذلك لآيات وإن كنا لمبتلين. അവിടെ ആയാത്ത് നോതി എന്താ? ആയാത്ത് നോതാതെ അവിടെ വാവുണ്ട് തൻവീന് ശേഷം. അവിടെ സാക്കിനായ നൂന് ശേഷം കാഫുണ്ട്. അതേപോലെ കുന്ന ഷദ്ദുള്ള നൂനാണ്. അതൊക്കെ മണിക്കണം. മണിച്ച് പോകണം. ഷദ്ദുള്ള നൂന് ഷദ്ദുള്ള മീം എപ്പോഴും മണിക്കണം. കുന്ന എന്നുള്ളത് ണ ആയി പോകരുത് കേട്ടോ. ണ എന്നുള്ള അക്ഷരം അറബിയിലില്ല. അറബിയിൽ നൂന് നാ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് നാവിന്റെ നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ മോണയില്ല, ഊന് ആ ഊനിലേക്ക് തന്നെ തട്ടണം. ഊനിലേക്ക് തട്ടാതെ അണ്ണാക്കിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ ണായി പോവും. നമ്മളൊന്ന് പറഞ്ഞു നോക്ക്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നാവിന്റെ തല അണ്ണാക്കിലേക്ക് തട്ടിയാൽ ണ ആവും. അണ്ണാക്കിലേക്ക് തട്ടാതെ ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒരു അക്ഷരം അറബിയിലില്ല, മലയാളത്തിലുള്ളൂ. وإن كنا
وإنا لمبتلين. ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടില്ല ആയാത്ത് നോദിയില്ല, ആയാത്ത് നോദാതെ? എന്താ അതന്നെ, അത് നമുക്ക് എങ്ങനെ അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആയാത്തല്ല ആയാത്താണ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഹംസിനെ നീട്ടാനുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മളന്ന് പറഞ്ഞത് ഹംസിന്റെ ചിഹ്നം എവിടെയാ വന്നിട്ടുള്ളത്? ഹംസിന്റെ ചിഹ്നം എവിടെയാ വന്നിട്ടുള്ളത്? ലാം അലിഫ്. നമ്മളന്ന് പറഞ്ഞിട്ട് ലാം അലിഫിന്റെ 2 വരകൾക്കിടയിലാണ് ഹംസ് വന്നിട്ടുള്ളതെങ്കിൽ, അവിടെ ഹംസിനെ നീട്ടണം. ലാം അലിഫിന്റെ 2 വരകളിലെ 2ാമത്തെ വരയുടെ മുകളിലാണ് ഹംസിന്റെ ചിഹ്നം വന്നിട്ടുള്ളതെങ്കിൽ ഹംസിനെ നീട്ടരുത്. ഇവിടെ ഹംസിന്റെ ചിഹ്നം എവിടെയാ വന്നിട്ടുള്ളത്? 2ാമത്തെ വരന്റെ മുകളിലാണോ 2 വരന്റെ ഇടയിലാണോ? അപ്പൊ നമ്മൾ ഹംസിനെ നീട്ടണം. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ ചിഹ്നം എവിടെ വന്നു? 6 ഹർക്കത്തല്ല, ചെറിയ മദ്. വലിയ മദ്ദാക്കി നീട്ടാനല്ല, ചെറിയ മദ് ഉണ്ട് അവിടെ. 2 വരകൾക്കിടയിലായിട്ട് ഹംസിന്റെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ ചെറിയ മദ്ദിന്റെ നീട്ടം അവിടെ ഉണ്ടാവും. ചെറിയ മദ്, മൂക്ക്, താടി എന്ന് പറയുന്ന ആ മദ് അവിടെ ഉണ്ടാവും. 2ാമത്തെ വരയുടെ മുകളിലാണ് ഹംസിന്റെ ചിഹ്നം വന്നിട്ടുള്ളതെങ്കിൽ തീരെ നീട്ടാനുണ്ടാവില്ല. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു രൂപം കണ്ട പറഞ്ഞുതരാം. ഓദിക്കോ ചിലപ്പോൾ അതിന്റെ രൂപം വരും. പിന്നെ അടുത്ത ആയത്ത് ثم أنشأنا من بعدهم قرنا آخرين. بعدهم حالد عينان بعدهم قرنا آخرين. عين തൊണ്ടയുടെ നടു. من بعدهم قرنا آخرين. فأرسلنا فيهم رسولا منهم أن اعبدوا الله ما لكم من إله خير. ഖൈർ ഒന്ന് മാലക്കും മിൻ, അവിടെ മീമിന് ശബ്ദുണ്ട്, മീൻ മണിക്കണം. ഇലാഹിൻ ഖാൽ, അത് ഗൈനാണ്, ഗൈന്. അതേപോലെ ഖൈർ നിർത്താൻ പറ്റൂല, ഹാ ഉണ്ടല്ലോ അവസാനം, ഹാ ഉള്ളത് കൊണ്ട് തന്നെ ഗൈറു, അത് ഹാ കൊണ്ടേ നിർത്താൻ പറ്റൂ. ആ ഹാ ഒഴിവാക്കാൻ പറ്റൂല. ഖാൽ, അത് ഗൈന്, തൊണ്ടയുടെ മോൾ ഭാഗത്ത് നിന്ന് വരണം. ഖാല അനി അബ്ദുല്ലാഹ أن اعبدوا الله ما لكم من إله غيره أفلا تتقون. ഗൈറുഹുവിന്റെ മദ് വലിയ മദ് കൂട്ടി വന്ന സമയത്ത് വലിയ മദ്ദിന്റെ ചിഹ്നം കണ്ടില്ലേ? നമ്മൾ ഹാഉൽ ലമീറിന്റെ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഹാഉൽ ലമീറിന്റെ തൊട്ട് മുമ്പും തൊട്ട് ശേഷവും ഹർക്കത്തുണ്ടെങ്കിൽ ഹാഉൽ ലമീറിനെ നീട്ടണം. തൊട്ട് ശേഷമുള്ള ഹർക്കത്ത് ഹംസ ആണെങ്കിൽ വലിയ മദ്ദാക്കി നീട്ടണം. ഇവിടെ ഹാഉൽ ലമീറിന്റെ തൊട്ട് ശേഷമുള്ള ഹർക്കത്ത് ഏതാ? ഹംസയാണ്. ഹാഉൽ ലമീർ തൊട്ട് ശേഷമുള്ള ഹർഫ് ഹംസാണ്. അപ്പോൾ വലിയ മദ്ദാക്കി നീട്ടണം. കൂട്ടി ഓതുമ്പോൾ കേട്ടോ, കൂട്ടി ഓതുമ്പോഴേ വലിയ മദ്ദ് വരും. നിർത്തുമ്പോൾ സമയത്ത് ഗൈറു, കാരണം ശേഷമുള്ള ഹംസ നമ്മൾ പറയുന്നില്ലല്ലോ. أن اعبدوا الله ما لكم من إله غيره أفلا تتقون. غين വരട്ടെ, غين غيره غيره പറഞ്ഞേ, غيره أفلا تتقون. അത് അക്ഷരം മാറരുത്, അക്ഷരം മാറിയാൽ ഫുള്ള് മാറും. وقال الملأ من ഐനല്ലത്, അത് ഐന, മലഉ ഐനാണോ? അതെന്താ ലാമിന് ശേഷം ഹംസ? അപ്പൊ ഹംസ് വരട്ടെ, ആ ഇ ഉ, അതാണ് ഹംസ്, ഐനല്ലത്. وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة.
وكذبوا بلقاء الآخرة وأترفناهم في الحياة ഒന്നും കൂടെ ശ്രദ്ധിച്ചേ, ഒന്നും കൂടെ. തായിന് സുക്കൂന്, റായിന് ഫത്ഹ്. وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم. ഒന്നും കൂടെ. وأترفناهم في الحياة الدنيا ما هذا إلا. ഹാദാന്റെ വലിയ മദ്. ശേഷം ഹംസ ഒന്നുണ്ട്. ഹാദാന്റെ മദ് وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم. ബശറുമ്മി. ഷദ്ദുള്ള മീം വന്നാൽ എപ്പോൾ മണിക്കണം, ഷദ്ദുള്ള നൂന് വന്നാലും. بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون. ഹാദാന്റെ മദ് വലുതാ എങ്ങനെ ഇവിടെ? ഹാദ ഇല്ല. മദ്ദക്ഷരത്തിന് ശേഷം തൊട്ടടുത്ത പിന്നെ മദ് നീട്ടാനുള്ള മദ്ദാണ്. അതന്നെ മദ്ദക്ഷരത്തിന് ശേഷം. അത് വലിയ മദ് ആയത് എങ്ങനെയാണ്? മദ്ദക്ഷരത്തിന് ശേഷം മദ്ദക്ഷരത്തിന് ശേഷം തൊട്ടടുത്ത പദത്തിൽ ഹംസ വന്നതുകൊണ്ട് മദ്ദുൽ മുൻഫസിൽ. മദ്ദുൽ മുൻഫസിൽ. മുത്തസിൽ അതേ പദത്തിൽ ഹംസ വന്നാലാണ് മുത്തസില്. തൊട്ടടുത്ത പദമല്ല ഇത്, ഇല്ല എന്നുള്ള വേറെ പദമല്ല. നമ്മള് തൊട്ടീന്റെ നേരെ മുകളിൽ കണ്ടില്ലേ, ബിലിഖാഇൽ ആഖിറ എന്ന് ഓതിയില്ലേ, വകദ്ദബൂ ബിലിഖാഇൽ ആഖിറ. അവിടെ ബിലിഖാഇന്റേത് മുത്തസിലാണ്, കാരണം മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ തൊട്ടടുത്ത ഹംസ വന്നു. അത് മുത്തസിൽ. ചേർന്ന് വന്നാൽ മുത്തസിൽ, വേറെ വേറെ ആയിട്ട് വന്നാൽ മുൻഫസിൽ. ബശറു മിസ്ലുക്കും നല്ലത്. ബശറുമ്മി. بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون. ولئن أطعتم بشرا مثلكم إنكم إذا لخاسرون. إذا لخاسرون. ലാമിനെ മണിക്കരുത്, ശബ്ദ മാത്രം. മണിക്കരുത് ശബ്ദ മാത്രം. أيعدكم أنكم إذا متم وكنتم ترابا وعظاما وكنتم ترابا وعظاما തുറാബൻ വാ എന്ന് പറഞ്ഞാൽ ഇൽഹാറായി. ഇൽഹാറിന്റെ അക്ഷരമല്ലല്ലോ. തുറാബൻ വ ഇദ്ഗാമിന്റെ അക്ഷരമല്ലേ? തുറാബൻ വഇദാമൻ അന്നകും മുഖ്റജൂൻ. ഒന്നും കൂടെ. വീണ്ടും നൂന് നാ ആവുന്നുണ്ട്, ശ്രദ്ധിക്കുക. അണ്ണക്കും ആവുന്നുണ്ട്. അത് മണിക്കണം. തുറാബൻ വഇദാമൻ പറ്റൂല. وكنتم ترابا وعظاما أنكم مخرجون. തുറാബൻ വാവിൽ വെച്ചിട്ട് മണിക്കുക. തുറാബൻ വ ആവരുത്. തുറാബൻ വ തുറാബൻ വ തുറാബൻ വ തുറാബൻ അല്ല, അതാ പ്രശ്നം. തുറാബന്ന് തൻവീൻ കേൾക്കരുതെന്ന് പറഞ്ഞത്. വാവ് പറയുമ്പോൾ മലയാളത്തിലത്തെ വാവ് ആവരുതാ. വാവ് പറയുമ്പോൾ ചുണ്ടിങ്ങനെ കൂടണം.
വ വ അങ്ങനല്ലാണ്ട് വാവ് ആവൂല. ഇത് വാവല്ല. ഇതാ വ വ ഇത് വാവല്ല. അങ്ങോട്ട് നോക്കിയ വ വ വ ഇത് വാവല്ല. ഇത് മലയാളത്തിലത്തെ വാവ്. വവ്വാല് വയനാട് എന്ന് പറയാൻ പറ്റുന്ന വാവാണ്. അറബിയിലത്തെ വാവ് പറ്റൂല. അറബിയിലത്തെ വാവിന് വ വ അതാണ് വ വ ചുണ്ടിങ്ങനെ കൂടണം. അല്ലാണ്ട് അതല്ലാണ്ട് മലയാളത്തിലത്തെ വാവായിട്ട് കാര്യമില്ല അറബിയിൽ. وعظاما أنكم مخرجون هيهات 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 لما توعدون هيهات هيهات لما توعدون هيهات هيهات لما توعدون إن هي إلا حياتنا الدنيا نموت ونحيا وما نحن بمبعوثين Yes. إن هو إلا رجل ആലോചിക്കുക എന്താ അവിടെ നിയമം ഒന്ന് ആലോചിക്കണം. ഓൺ ദി സ്പോട്ട് നമ്മൾ കുറേ വട്ടം പറഞ്ഞു പോയതാണ്. അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. നമ്മൾ ഓത്തിൻ്റെ സമയത്ത് ഓൺ ദി സ്പോട്ടിന് അത് വരണം മൈൻഡിലേക്ക് ശരിയായിട്ട്. എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മൾ വേറെന്തല്ലോ ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്താ അവിടെ ഉള്ളത്? എന്ത് സംഭവിക്കും? അപ്പോൾ തൻവീന് ശേഷം സുക്കൂൻ വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ പല സ്ഥലങ്ങളിൽ അക്ഷരല്ലല്ലോ വന്നത്. തൻവീനേശം ഫ അല്ല, തൻവീനേശം സുക്കൂൻ വന്നാൽ അവിടെ ഡെഡ് ലോക്കാണ്. അപ്പോൾ ആ ഡെഡ് ലോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഒരു വഴിയുണ്ട്. തൻവീനേശം സുക്കൂൻ വന്നാൽ രണ്ടും നമുക്ക് ഒരുമിച്ച് കൂട്ടി ഓതാൻ പറ്റൂല. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. തൻവീനിനെ കസ്റുള്ള നൂനാക്കി മറിക്കണം. തൻവീനിനെ കസ്റുള്ള നൂനാക്കി മറിച്ചിട്ട് ഓതണം. ഇല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂല. എങ്ങനെ ഓതലത്? തൻവീനും സുക്കൂനും കൂടെ കൂട്ടിയിട്ട് ഓതാൻ പറ്റൂല. അപ്പോൾ തൻവീനെ കസ്റുള്ള നൂനാക്കി മറിച്ചിട്ട് റജുലുനി റജുലുനി. ഇനി ഇത് മറക്കരുത്. തൻവീന് ശേഷം സുക്കൂന് വന്നാൽ തൻവീനിനെ കസ്റുള്ള നൂനാക്കി മറിച്ചിട്ട് ഓതണം. ഇല്ലെങ്കിൽ അത് ഓതാൻ പറ്റൂല. ഡെഡ് ലോക്കാണത്. إن هو إلا رجل افترى على الله كذبا وما نحن له بمؤمنين. Yes. قال رب انصرني بما كذبون. قال أما قليل لا قاف قال أما قليل ليصبحن نادمين. കലീല് പറ്റൂല. ഖാലാന്റെ അതേ കനം ഖലീലിന്റെ ഖാഫിനും കിട്ടണം. قال أما قليل മണിക്കരുത്. അവിടെ തൻവീന് സലാം വന്നാൽ മണിക്കരുത്. ഇദ്ഗാമും ബിലാ ഗുന്ന, മണിക്കാതെ ശ്രദ്ധ ചെയ്തിട്ട് ഓതണം. ഷദ്ദുള്ള ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഷദ്ദുള്ള നൂനും ഷദ്ദുള്ള മീമും മാത്രമേ മണിക്കാൻ പാടുള്ളൂ. ഷദ്ദുള്ള മറ്റൊരു അക്ഷരങ്ങളും മണിക്കരുത്. എന്താ ഇപ്പൊ നടന്നത്? മണിച്ചവിടെ ലാമിന്റെ മണിക്കരുത് എന്നാ പറഞ്ഞത്. മണിക്കരുത് 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 മണിക്കണം എന്നല്ല, മണിക്കരുത്. ഖലീലില്ല എന്ന് പറഞ്ഞ് മണിച്ചില്ലേ? ഖലീലില്ലയു ഖലീലില്ലയു മോളിൽ നമ്മൾ ഓതിയല്ലോ അതൊരിക്കൽ ലാം വന്നിട്ട്. മണിക്കാൻ പാടില്ല എന്ന് ശബ്ദ് മാത്രം കൊടുത്ത് പോണം. നമ്മളവിടെ തന്നെ തങ്ങരുത്.
قليل ليصبحن نادمين. രണ്ടാമത്തെ നൂനിന് ശബ്ദില്ല, ഒന്നാമത്തെ നൂന് ശബ്ദുള്ളതുകൊണ്ട് മണിക്കണം. നല്ല സിമ്പിൾ ആവൂല, നമുക്ക് നല്ലോണം കോൺസെൻട്രേഷൻ കൊടുക്കണം. രണ്ടാമത്തെ നൂനിന് ശബ്ദുണ്ടോ? രണ്ടാമത്തെ നൂനിന് ശബ്ദുണ്ടോ? പിന്നെ നാദിമീൻ അങ്ങനെ പോകുന്നത് ലയുസ്ബിഹുന്ന നാദിമീൻ എന്നാവും. അപ്പോ രണ്ടാമത്തെ നൂന് ശബ്ദ് കൊടുക്കണ്ട. ലയുസ്ബിഹുന്ന നാദിമീൻ, രണ്ടാമത്തെ നൂന് സിമ്പിൾ. ഒന്നും കൂടെ ഖാല വീണ്ടും കലീലായി. കലീല് പറ്റൂല, കലീല് നമുക്ക് ഖുറാനിൽ പറ്റൂല. പോയി 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 രണ്ടാമത്തെ നൂന് പോയി. ചെറുങ്ങനെ പോയി, വീണ്ടും ശബ്ദ വന്ന് രണ്ടാമത്തെ നൂന്. قال عما قليل ليصبحن نادمين. قال عما قليل ليصبحن نادمين. ശരിയായി, അത്ര വീണ്ടും കലീല് കലീലായി. പിന്നെ ശ്രദ്ധിച്ചാൽ മതി. قليل ليصبحن نادمين. അതെല്ലാം നല്ലോണം പ്രാക്ടീസ് ചെയ്യണം, എന്നാലും നടക്കൂ. പിന്നെ فأخذتهم الصيحة بالحق. ഈ കാഫിന് മാത്രം കാഫ്, എല്ലാത്തിനും കാഫാക്കരുത്. രണ്ട് പുള്ളി ഒന്നാ പിന്നെ കാക്കി കൂ എന്നുള്ള ഉച്ചാരണം വരരുത്. ബിൽ ഹക്കി എന്ന് പറഞ്ഞ ചൊറിച്ചല് എന്നർത്ഥം. ഇത് ഹക്ക് സത്യം, അർത്ഥം മാറി. ബിൽ ഹക്കി بالحق. فأخذتهم الصيحة بالحق فجعلناهم غشاء فبعدا للقوم الظالمين. غشاء ഷീനാത് രണ്ടാമത്തെ അക്ഷരം. ഷീനൊന്നും അല്ലാത്, ഷീനല്ലത്, അതും അറബിയിലെ മൂന്നാമത്തെ അക്ഷരാണ്. നാലാമത്തെ അക്ഷരം സ ആണ്. സി സു. غثاء فبعدا للقوم الظالمين. കണ്ടാ പോയി, ലാമിന്റെ ശബ്ദം പോയി, തൻവീനും വന്ന്. രണ്ടും വരരുത്, തൻവീന് വരരുത്, ലാമിന് ശബ്ദം കൊടുക്കണം. മോളിൽ നമ്മൾ വന്നല്ലേ ഖലീലില്ല. അതേമാതിരി ഫബുഅദൻ ലി എന്ന് വന്നാൽ രണ്ടും പോയില്ല. ഫബുഅദൻ എന്നും വരരുത്, ലാമിന് ശബ്ദം കൊടുക്കാതെ ഇരിക്കരുത്. ശബ്ദ കൊടുക്കുകയും വേണം, തൻവീന് കേൾക്കുകയും പാടില്ല. ഫബുഅദൻ എന്ന് കേൾക്കരുത്, ഫബുഅദ. പിന്നെ നേരെ ശബ്ദുള്ള ലാമ് മണിക്കരുത്. മണിക്കാൻ ഇത് ലാമല്ലേ, നൂനും മീമല്ലല്ലോ മണിക്കാൻ. വീണ്ടും തൻവീന് വന്നു. ഫബുഅദൻ എന്ന് പറഞ്ഞാൽ തൻവീന് വന്നു. ഫബുഅദൻ ലി എന്ന് പറഞ്ഞാൽ തൻവീന് വന്നു, ലാമിന് ശബ്ദ കിട്ടിയിട്ടില്ല. മണിക്കാനും പാടില്ല. അവിടെ എങ്ങനെ ഉച്ചരിക്കണം? അവിടെ തൻവീൻ ഇല്ലാത്തതായിട്ട് സങ്കല്പിക്കുക. ദാലിന് ഫത്ഹ് മാത്രമേ ഉള്ളൂ. ഫത്ഹുള്ള ദാലിന് ശേഷം ശബ്ദുള്ള ലാമു എന്നാൽ എങ്ങനെ പറയൂ? എന്ത് പറയും? ഫത്ഹുള്ള ദാലിന് ശേഷം ഫബുഅദല്ലി ഒന്നുമില്ല, അവിടെ തൻവീൻ ഇല്ലാത്തതായിട്ട് സങ്കല്പിക്കണം. അപ്പോഴാ ഓത്ത് ക്ലിയർ ആവല്.
فبعدا للقوم الظالمين. Yes. ثم أنشأنا من بعدهم قرونا آخرين. Yes. എന്തായി കഴിഞ്ഞോ? ആ പേജ് കഴിഞ്ഞു. അല്ല, ആ പേജ് കഴിഞ്ഞു. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഓതാം, അല്ലെങ്കിൽ നിർത്താം. ما تسبق من أمة أجلها وما يستأخرون. ثم أرسلنا رسلنا تترا كلما جاء أمة رسول. തെറ്ററൻ എന്നില്ലല്ലോ അവിടെ. തെറ്ററൻ എന്ന് തൻവീൻ ഉണ്ടോ റായിന്റെ മുകളിൽ? തെറ്ററോ നിർത്തുമ്പോ തെറ്ററ, കൂട്ടി ഓതുമ്പോഴും തെറ്ററോ കുല്ല. ثم أرسلنا رسلنا تترا كلما جاء أمة رسولها. ഉമ്മത്തൻ അത് നേരത്തെ പറഞ്ഞ അതേ സാധനം. ലാമും നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ലാമും റാവും ഒരേപോലെ. അവിടെ തൻവീന് കേൾക്കരുത്, റായിനിക്ക് ശബ്ദ കൊടുക്കണം, മണിക്കരുത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ ഫബുഅദല്ലി, അതേമാതിരി തൻവീനില്ലാത്ത ഫത്ഹ് മാത്രമുള്ള തായിട്ട് സങ്കല്പിക്കുക, ശബ്ദുള്ള റാവും ശേഷം. അപ്പം എങ്ങനെ ഓതും മണിക്കാതെ? അത്രേ ഉള്ളൂ. أمة رسولها كذبوه فأتبعنا بعضهم بعضا وجعلناهم أحاديث فبعدا لقوم لا يؤمنون. ഒന്നും കൂടെ ഒട്രാസിയാവില്ല. وجعلناهم أحاديث فبعدا لقوم لا يؤمنون. നേരത്തെ പറഞ്ഞ രണ്ട് ശബ്ദുള്ള ലാമാണ് മണിക്കരുത്. فبعدا لقوم لا يؤمنون. قومല്ല ട്ടോ, قومല്ല, ഖാഫ് ഖൗമാണ്. فبعدا لقوم لا يؤمنون. ثم أرسلنا موسى وأخاه هارون بآياتنا وسلطان مبين. അടുത്ത ആയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. ഓതുമ്പോൾ നമ്മൾ പറഞ്ഞൊരു നിയമം അവിടെ വരുന്നുണ്ട്. إلى فرعون وملئه فاستكبروا وكانوا قوما عالين. എന്താ നിയമം? പറഞ്ഞ നിയമം ശരിയായിട്ട് ഓതി മാത്രം, നിയമം എന്തെന്ന് കിട്ടിയിട്ടില്ലേ? വമലഇഹിന്റെ അവിടെ ഒരു യാഗ് കണ്ടില്ലേ? വമലഇഹി അല്ല, ഹംസിന് ശേഷം ഒരു യാഗ് കണ്ടില്ലേ? ആ യാ ഉച്ചാരണത്തിലില്ല. യാന്റെ മുകളിൽ ഒരു പൂജ്യം കണ്ടില്ലേ? ആ ഹംസിന് ശേഷമുള്ള യാ ഉച്ചാരണത്തിലില്ലാത്തയാണ്. അതിന്റെ മുകളിൽ ഒരു പൂജ്യം ഉണ്ടല്ലോ, ആ പൂജ്യം അതിന് തെളിവാണ്, ഉച്ചരിക്കരുത് എന്ന്. വമല ഈഹി എന്ന് ഓതരുത്, പിന്നെ വമല ഈഹി എന്നേ ഉള്ളൂ. പിന്നെ ഇലാ ഫിർ എന്നല്ല, ഫിർ നമ്മൾ പറഞ്ഞല്ലോ, റായിന് മുമ്പ് ഗസർ വന്നാല് എന്നാക്കരുത്, ഇർ നേർപ്പിക്കണം. നേർപ്പിച്ച് പറയണം. ഗസർ വന്നാൽ وملئه فاستكبروا وكانوا قوما عالين. وقالوا أنؤمن لبشرين مثلنا وقومهما لنا عابدون. فكذبوا
فكذبوهما فكانوا من المهلكين മുഹ്ലിയല്ല മുഹ്ല. فكانوا من المهلكين ولقد آتينا موسى الكتاب لعلهم يهتدون. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം നേരത്തെ പറഞ്ഞില്ല ഒരു വിഷയം. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നാൽ മദ്ദക്ഷരത്തെ ഉച്ചരിക്കരുത് പറഞ്ഞിട്ടില്ല. അതെ, ഇതവിടെ കണ്ടില്ല. മൂസ എന്നുണ്ട്, പിന്നെ ലാമിന് സുക്കൂനാണ്. മൂസാന്റെ മദ്ദുണ്ടല്ലോ. മൂസാൽ കിതാബാന്ന് ഓതരുത്. പിന്നെ മൂസൽ കിതാബ. ആ സീന് ശേഷമുള്ള മദ്ദക്ഷരത്തെ കളഞ്ഞു, കാരണം ശേഷം സുക്കൂനായതുകൊണ്ട്. ഇനി നിർത്തുന്ന സമയത്ത് മൂസ നിർത്തും. അവിടെ ഒരുത്ത് നിർത്തി വലഖദ് ആതൈനാ മൂസ. കൂട്ടി വന്ന സമയത്ത് പോകും. വലഖദ് ആതൈനാ മൂസൽ കിതാബ ലഅല്ലഹും യഹ്തദൂൻ. അവിടെ കിതാബാണ് കണ്ട. കാഫിന്റെ അടുത്ത് കാഫാക്കുന്ന, കാഫിനെ കാഫാക്ക. ഇവിടെ കാഫല്ലേ, കിതാബല്ലേ, കാഫല്ല. വലക്കത് കാഫല്ല, വലക്കത് കാഫല്ല, വലക്കതിന്റെ കാഫല്ലല്ലോ. അതെ അതെ, അത് കാഫാണ്. അതെ, വലഖദ് ആതൈനാ മൂസൽ കിതാബ ലഅല്ലഹും യഹ്തദൂൻ. ശേഷം അതേ സാധനം നമ്മളിപ്പോ പറഞ്ഞ സാധനം തന്നെയാണത്. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന്. നമ്മളിപ്പോ പറഞ്ഞ സാധനമാണ്. മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന്, അവിടെ നീട്ടരുത്. അതെ അതെ അതെ, സുക്കൂൻ. അതെ, സോറി. ഒന്നും കൂടെ. وجعلنا ابن مريم وأمه آية وآويناهما إلى ربوة ذات قرار. ذاتിന്നില്ലല്ലോ, തൻവീനുണ്ടാ. ഒന്നും കൂടെ. وآويناهما إلى ربوة ذات قرار ومعين. قرار ഇന്നില്ല. إلى ربوة ذات قرار ومعين. റായിന് കസ്റല്ലേ, നേർപ്പിക്കണ്ടേ. إلى ربوة ذات قرار ومعين. ഖറാറി ഇല്ല, ഖറാരി. റായിന് കസ്ർ വന്നാൽ നേർപ്പിക്കണം. ഖറാരി 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 രി രി കരി ചരു എന്നല്ല പറയുന്നത്. ഖറാരി തൻവീനില്ല അവിടെ. ഖറാരി إلى ربوة ذات قرار ومعين. എല്ലാം പോയി. ക്ലിയർ ആക്കി, എല്ലാം തെറ്റിച്ചു. ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച. തൻവീനൊക്കെ നോക്കണം. ഖറാരി അവിടെയും തൻവീനുണ്ട്, അത് ശ്രദ്ധിക്കണം. വഅവൈനാഹുമാ إلى ربوة ذات قرار ومعين. അവിടെ തൻവീനില്ലേ. إلى ربوة ذات قرار ومعين. قرار ومعين. قرار ومعين. حسبك أحسنت. صدق الله. ഞാനിങ്ങനെ പറയുന്നെല്ലാം ഇതാന്നുണ്ടാ? ഇല്ല ഒരു കുഴപ്പമില്ല. ഒരു ബുദ്ധിമുട്ടില്ല. ചിലപ്പോ ദേഷ്യപ്പെടുന്നവരല്ല ആന്നുണ്ടാന്നറിയില്ല. അത് പിന്നെ ഓത്തിന്റെ ഫ്ലോയില് കുട്ടികളോട് നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ പറയലാണ്. ഓത്ത് ക്ലിയർ ആവാൻ വേണ്ടി. അല്ല, മനസ്സിൽ വിഷമാന്നുണ്ടെങ്കിൽ പറയണെന്ന് പറഞ്ഞത് പറയുമ്പോ. എന്നാ മാറ്റം തോന്നുന്നുണ്ടോ ഓത്തില്?
കുറെ തുടങ്ങിയത് കുറെ ആ കുറച്ചൊക്കെ ഇങ്ങനെ കിട്ടണ കുറേശ്ശൊക്കെ കിട്ടുന്നുണ്ട് സാർ. ആ കൊറേയൊക്കെ കിട്ടുന്നുണ്ട്. ശരിയാവുന്നുണ്ടല്ലേ? ശരിയായാ മതി. ഏകദേശം നമ്മള് പ്രാക്ടീസായിട്ട് കിട്ടുന്നില്ല, കുറച്ചൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് മാക്സിമം. അതെ അതെ അതെ, അത് നമ്മൾക്ക് ഒറ്റയടിക്ക് ശരിയാവൂല, എന്തായാലും ഘട്ടം ഘട്ടമായിട്ട് ശരിയാവും. അതെ അതെ നല്ലോണം തൗഫീഖ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശ്രമിച്ചാൽ മതി. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.